ധന്യ സിനുജി, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയ്ക്ക് ഒരു വമ്പൻ ഓഫർ കൊടുത്തിരിക്കുകയാണ്. ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്ലിയോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇപ്പോൾ ഒരു 76% കാര്യങ്ങൾ ഓക്കെയാണ്. ചൈന ഇന്ത്യയോട് സഹകരിച്ച് നേരെ ചൊവ്വേ നിന്നാൽ, അതങ്ങനെയാണ്, നേരെ ചൊവ്വേ നിന്നാൽ നിങ്ങൾക്കും പ്രയോജനം ഉണ്ടാകും എന്നൊരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് യഥാർത്ഥത്തിൽ അത് ചൈനയ്ക്ക് ഉപകാരമാവോ, ഇന്ത്യക്ക് പണിയാകുമോ ചൈനയെ കൂടെ കൂട്ടിയാൽ? എന്താണ് അത് എനിക്ക് തോന്നുന്നത്? ഏഷ്യയിലെ വലിയ രണ്ട് ശക്തികൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ശക്തി ചൈനയാണ്. ഇപ്പം രണ്ടാമത്തെ ശക്തി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ത്യ ക്രമാനുഗതമായി വളർച്ച നേരിടുകയാണ്. അതായത് ഒരു ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ എന്നും ആഗ്രഹിക്കുന്ന രാജ്യമാണ് ചൈന. യുദ്ധം ചെയ്തിട്ടാണെങ്കിലും മറ്റു മേഖലകളൊക്കെ കീഴടക്കിയിട്ടാണെങ്കിലും. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ ആഗ്രഹമില്ല. ഇന്ത്യ സാമ്പത്തിക മേഖലയിൽ, സൈനിക മേഖലയിൽ, നയതന്ത്ര മേഖലയിൽ ഇങ്ങനെ വളർച്ച പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സൈനിക ശക്തിയുടെ കാര്യം എടുത്താൽ ഇന്ത്യയുടെ ഏതാണ്ട് ഇരട്ടി വലുപ്പമുണ്ട് ചൈനയ്ക്ക്. സൈനികരുടെ എണ്ണത്തിലും അത്രയും വലുപ്പമുണ്ട്. ഇന്ത്യക്ക് അത്രയൊന്നുമില്ല. പക്ഷേ ചൈന സൈനിക മേഖലയിൽ എത്രത്തോളം ശക്തി ആർജിക്കുന്നോ അതേ ശക്തി ഇന്ത്യയും ആർജിച്ചുകൊണ്ട് വരുന്നു. 2 അന്തർവാഹിനികൾ, ബാലിസ്റ്റിക് മിസൈലൊക്കെ വഹിക്കാനുള്ള അന്തർവാഹിനിയൊക്കെ നിർമ്മിക്കുന്നു. ഒപ്പം പൃഥ്വി 4 എന്ന് പറയുന്ന ദീർഘദൂര മിസൈൽ നിർമ്മിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും ഇന്ത്യ വളർച്ച പ്രാപിച്ചു വരുമ്പോൾ ചൈനയ്ക്ക് ഇന്ത്യയോട് ഇപ്പോൾ ഒരു സ്നേഹമൊക്കെ ഉണ്ട്. കാലാകാലങ്ങളായി ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എപ്പോഴും ഈ അതിർത്തി മേഖലയൊക്കെ തങ്ങളുടെ ഭാഗത്തേക്ക് കൂട്ടി സാമ്രാജ്യം വലുതാക്കണമെന്ന ചിന്തയായിരുന്നു ഈ ചൈനയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ എല്ലാവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയുമായി, റഷ്യയുമായി, അതുപോലെ ചെറുതും വലുതുമായ ഒട്ടനവധി രാജ്യങ്ങളുമായി നമ്മൾ നല്ല ബന്ധം പുലർത്തുന്നു. ഇപ്പോൾ തന്നെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ബന്ധം, ഒരു യുദ്ധമുണ്ടാകുന്നു. ഇവിടെയും ഇന്ത്യ കയറി ഇടപെടുന്നു, റഷ്യയുമായി സംസാരിക്കുന്നു, ഉക്രൈനുമായി സംസാരിക്കുന്നു. ഇപ്പോൾ ചൈനയ്ക്ക് കഴിയാത്ത നയതന്ത്ര കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ ഇന്ത്യ കഴിയുന്നു. ഇവിടെ അജിത് ഡോവൽ എന്ന് പറയുന്ന ഒരു ബുദ്ധി രാക്ഷസൻ, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം, അദ്ദേഹം പല കാര്യങ്ങളിലും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനും അദ്ദേഹം മുന്നിട്ടിറങ്ങുകയും ചെയ്യും. അതായത് നരേന്ദ്രമോദിയുടെ വളരെ വിശ്വസ്തൻ കൂടിയാണ്. അങ്ങനെയുള്ള ഡോവൽ ഈ ചൈനയിലെ ചില പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ഇതാണ്, നിങ്ങളുടെ കാര്യങ്ങൾ അതല്ലേ എന്ന നയതന്ത്ര തലത്തിൽ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ ചൈന അതിനോട് യോജിക്കുന്നു. അപ്പോൾ ചൈന ചിന്തിക്കുകയാണ്, ഇന്ത്യയെ കൂടെ കൂട്ടിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. റഷ്യയും ഇന്ത്യയുമായി നല്ല ബന്ധമാണ്. റഷ്യയും ചൈനയും ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ ചേട്ടാനുജ ബന്ധമുണ്ട്. അപ്പോൾ സഖാവേ എന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കും. അപ്പോൾ ഇന്ത്യയെ കൂടെ ഒരു കൊച്ചു സഖാവാക്കി കൂടെ നിർത്തിയാൽ കൊള്ളാമോ എന്നുള്ള രീതിയിൽ ചൈന ചിന്തിച്ചാൽ അതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലുമില്ല. ചൈനയുടെ ഈ ഒരു മുന്നൊരുക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ എപ്പോഴും പറയുന്നത് അതിർത്തിയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണം. അതിന് നിങ്ങൾ ഒപ്പം ചേർന്ന് നിന്ന്, കൃത്യമായി നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് സഹകരിച്ച് മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോഴും ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള ഒരു എതിർപ്പ് എപ്പോഴും അവർ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായി വലിയ അടുപ്പം സൂക്ഷിക്കുന്നു, സൗഹൃദം സൂക്ഷിക്കുന്നു. ഇപ്പോൾ റഷ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും യുക്രൈനുമായി ഉള്ള സമാധാന ചർച്ചകൾ, എല്ലാ കാര്യത്തിലും ഇന്ത്യയുടെ ഒരു ഇടപെടൽ എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. റഷ്യയൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുകയാണ്, നിങ്ങൾ ഇവിടെ നിക്ഷേപിക്കൂ, ഇവിടെ നിങ്ങൾ നഗരം പണിയൂ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പോൾ ബ്രൂണോ പോലുള്ള ചെറിയ രാജ്യങ്ങൾ, സിംഗപ്പൂരിലേക്ക് ഒക്കെ ഇന്ത്യയെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇപ്പോൾ മാലിദ്വീപ് ഇന്ത്യക്കെതിരെ നിന്നിട്ട് പോലും ഇപ്പോൾ മാലിദ്വീപ് വരെ ഇന്ത്യയുടെ കാല് പിടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഒരു വളർച്ച നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലേക്ക് പോകുമ്പോൾ ചൈന ഒരു ഭയം ഉള്ളിൽ വയ്ക്കുന്നുണ്ട്. വലിയ ശക്തിയായി ഇന്ത്യ മാറുമോ, ഇന്ത്യക്കൊപ്പം എല്ലാവരും നിന്നു കഴിഞ്ഞാൽ ചൈനയോട് പല രാജ്യങ്ങൾക്കും ഒരു എതിർപ്പുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് എല്ലാ രാജ്യങ്ങളിലും അത് അത്തരത്തിൽ പോകുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ചൈനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ചൈനയുടെ വിദേശകാര്യ മന്ത്രിയോട് ഒരുമിച്ച് നിന്നാൽ, നമ്മൾ ഒന്നിച്ചു നിന്നാൽ രാജാക്കന്മാരാകാം, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശക്തികളായി മുന്നോട്ട് പോകാം, അതിർത്തിയിൽ സമാധാനം ഉണ്ടാക്കി മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോൾ, അത് അങ്ങനെ പോയില്ല എങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരുപാട് നഷ്ടമുണ്ടാക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് അജിത് ഡോവൽ അതുവഴി നൽകുന്നത്. അങ്ങനെ കാണണ്ടേ? ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ ചൈനയെ ഇന്ത്യക്ക് എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളത്, അതായത് ചൈനയുടെ സ്വഭാവം എപ്പോൾ മാറുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് അത് ഏതെങ്കിലും രീതിയിൽ ചൈന കാല് വാരുമോ, ഏതെങ്കിലും രീതിയിൽ ദോഷം സംഭവിക്കുമോ എന്ന കാര്യം കൂടി ഒന്ന്. അത് സ്വാഭാവികം. പ്രീത പറഞ്ഞ പോലെ ഈ ചൈനയെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നത് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ അതിർത്തി വരും, എന്നിട്ട് അവിടെ ഒരു ടെൻ്റൊക്കെ ഉണ്ടാക്കി കുറച്ച് പേരെ താമസിപ്പിക്കും. ഇന്ത്യൻ പട്ടാളം ചെല്ലുമ്പോൾ അതെല്ലാം വലിച്ചു പറിച്ചുകൊണ്ട് തിരിച്ചു പോകും. എന്നിട്ട് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം എപ്പോഴും ഇന്ത്യ അറ്റാക്ക് ചെയ്യണം. ഇന്ത്യയോടുള്ള ആത്യന്തികമായ ഒരു അസൂയാണ്. പക്ഷേ ഇന്ത്യയെ കൂടെ കൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ലോകത്തിലെ ഈ രാഷ്ട്രങ്ങളുടെ ഒരു ക്രമം മാറിക്കഴിഞ്ഞു. സാമ്പത്തിക നിലയിലാണെങ്കിൽ,
സൈനിക മേഖലയിലാണെങ്കിലും ഇത്തരം മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ റഷ്യ തന്നെ ബഹിരാകാശത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് പോകുന്നു. അവിടേക്ക് ഈ സാറ്റലൈറ്റ്, അതായത് സോളാർ പദ്ധതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സംരംഭം പോകുന്നു. അതായത് ആണവ എനർജിയിൽ പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റ്, അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്ക് രണ്ട് സഹായം വേണം. അപ്പോൾ അമേരിക്കയെ തകർക്കണമെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്, മറ്റൊന്ന് ചൈനയാണ്. അപ്പോൾ ഇന്ത്യയും ചൈനയും കൂടെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് 3 പേർക്കും കൂടെ ബഹിരാകാശ രംഗത്ത് നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാമെന്ന് പറയുന്നു. സ്പേസ് രംഗത്ത് ചന്ദ്രനിലേക്കുള്ള ബഹിരാകാശ വാഹനം അയക്കുന്നതിലൊക്കെ ഇന്ത്യ ഒരുപാട് മുന്നിലാണ്. പക്ഷേ ഈ അമേരിക്കയെക്കാളിലും റഷ്യയാണ് ഇതിന് തുടക്കം കുറിച്ചത്. നമുക്കറിയാം, ഈ ആദ്യകാലത്ത് ഈ ഒരു നായ്ക്കുട്ടിയെ നമ്മൾ ബഹിരാകാശത്തേക്ക് അയച്ചു എന്നൊക്കെ പറ്റില്ല, അതിനകത്തൊക്കെ റഷ്യയുടെ സംഭാവനകൾ വളരെ വലുതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചൈനയും ഇന്ത്യയും കൂടെ ഒരുമിച്ച് നിർത്താനായിട്ട് റഷ്യ ശ്രമിക്കുന്നു. അപ്പോൾ നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചൈന ഉണ്ടാക്കിയാൽ വലിയേട്ടൻ എന്ന നിലയിൽ റഷ്യ ഇടപെടും. ചൈനയ്ക്കെതിരെ ഇന്ത്യ എന്തെങ്കിലും ഇടപെട്ടാലും ഇതേ ഇടപെടലുണ്ടാവും. അപ്പോൾ ഈ ചൈനയ്ക്കും ഇന്ത്യക്കും യോജിക്കാൻ കഴിയുന്ന മേഖലകളിൽ നമുക്ക് ഒരുമിച്ച് യോജിക്കാം എന്ന് ഈ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിലെ കുറച്ച് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. അവരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചു. കൂടാതെയാണ് അജിത് ഡോവൽ ചൈനയിലെ ആളുകളുമായിട്ട് സംസാരിക്കുകയും ഇത്തരം കാര്യങ്ങളിൽ ചില എഗ്രിമെൻ്റ് വെക്കുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ കളിക്കേണ്ട. കാരണം UN ഈ ഐക്യരാഷ്ട്രസഭയിലെ തന്നെ സ്ഥിരം സമിതി അംഗങ്ങളുണ്ട്. ഇപ്പം അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇവരെ കൂടാതെ ഈ ഐക്യരാഷ്ട്രസഭയിൽ ഈ സ്ഥിരം അംഗങ്ങളല്ലാത്ത ഏതെങ്കിലും ഒരു രാജ്യത്തിന് ആണവ അന്തർവാഹിനി ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്കാണ്. അപ്പോൾ 2 ആണവ അന്തർവാഹിനിയുള്ള ഇന്ത്യയെ കൂടുതൽ കയറി ചൊറിയണ്ട, ഞങ്ങൾക്ക് കരയിലും കടലിലും അതുപോലെ തന്നെ വ്യോമമേഖലയിൽ നിന്നുമൊക്കെ നിങ്ങളെ വേണമെങ്കിൽ ആക്രമിക്കാൻ കഴിയും എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് അജിത് ഡോവലിൻ്റെ ഈ പ്രസ്താവനയിലുണ്ട്. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും ചൈനയെ വിശ്വസിക്കാനും പറ്റില്ല. ഇപ്പോൾ ചൈനയുടെ ആ ഒരു സ്ട്രെങ്ത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്, അവരുടെ പോരായ്മ മനസ്സിലാകുന്നുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം തൊഴിലില്ലാത്ത ജനങ്ങളുടെ രാജ്യമായിട്ട് ചൈന മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും അത് കയറ്റുമതി ചെയ്യുകയൊക്കെ ചെയ്യുന്നതിലൂടെ ചൈന ഒരുപാട് പണം സമ്പാദിച്ചിരുന്നു. ഇപ്പോൾ അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. പക്ഷേ ഇന്ത്യ ഈ തൊഴിലില്ലായ്മയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു, ബംഗ്ലാദേശിൽ ഈ തുണിത്തരങ്ങളുടെ കയറ്റുമതി നിലച്ചപ്പോൾ ഇന്ത്യയിലേക്കാണ് ഓർഡറുകൾ ബൾക്കായിട്ട് വരുന്നത്. അപ്പോൾ വ്യാവസായിക മേഖലയിൽ ഇന്ത്യ ഒരു കുതിപ്പ് നടത്തുന്നു. അതുകൊണ്ട് ചൈനയ്ക്ക് ഇന്ത്യയോട് കൂട്ടുകൂടാൻ താൽക്കാലികമായിട്ട് വലിയ എതിർപ്പൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ എല്ലാ കാലത്തും റഷ്യയെ തറ പറ്റിച്ച് ലോകത്തിലെ 1-ാം നമ്പർ രാജ്യമാകാൻ ചൈന ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ഇത് റഷ്യക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് നേരത്തെ ധന്യ പറഞ്ഞ പോലെ റഷ്യ അവിടെ ഒരു സാറ്റലൈറ്റ് സിറ്റി സ്ഥാപിക്കാനായിട്ട് ഇന്ത്യയെ ക്ഷണിക്കുന്നത്. അതുവഴി ഈ പറയുന്ന കപ്പൽ ഗതാഗതം, ചരക്ക് ഗതാഗതം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത്. എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ബന്ധം വളരെയധികം ദൃഢമായി വരും എന്നതിൻ്റെ ചില സൂചനകൾ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ചന്ദ്രനിലെ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ചൈനയും റഷ്യയും ചേർന്നായിരുന്നു ആദ്യം അത് പ്രോജക്റ്റ് തയ്യാറാക്കിയത്. പക്ഷേ ഇപ്പോൾ റഷ്യ ഇന്ത്യയെ കൂടെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, സാറ്റലൈറ്റ് സിറ്റി അത് റഷ്യ ഇന്ത്യക്കാണ്, അവിടെ ചൈനയിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലത്താണ് ഇന്ത്യക്ക് സാറ്റലൈറ്റ് സിറ്റി പണിയാനുള്ള ആ ഒരു അവസരവും റഷ്യ ഇന്ത്യക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഒരു ധാരണ ഉണ്ടാകും, റഷ്യ എന്തുകൊണ്ടും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു മോശം പെരുമാറ്റം ചൈനയിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കാം. എന്താ വെച്ചാൽ ഈ റഷ്യ എല്ലായ്പ്പോഴും ഈ ചൈനയെ ഒരു സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. മാത്രമല്ല, എന്നെങ്കിലും ചൈന റഷ്യയോട് ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തിയാൽ പോലും ഇന്ത്യയുമായുള്ള സൗഹൃദം റഷ്യ അവസാനിപ്പിക്കില്ല. കാലാകാലങ്ങളായി റഷ്യ ഇന്ത്യ അടുത്ത് കൂട്ടാണ്, ഒരു പാർട്ട്ണറെ പോലെയാണ്, ഒരു ഫ്രണ്ട്ലി നേഷൻ, അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഈ പറയുന്ന 2 രാജ്യങ്ങൾ തമ്മിൽ നല്ല നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നു, സൈനിക കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചൈനയ്ക്ക് മനസ്സിലായി റഷ്യ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ കൂടെ നിൽക്കും, ഇന്ത്യ റഷ്യയെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ 2 രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ശത്രുതാ മനോഭാവം വേണ്ട, നമുക്കും തോളിൽ കൈയിട്ട് നിൽക്കാം. അങ്ങനെയാണെങ്കിൽ റഷ്യയും ചൈനയും ഇന്ത്യയും നാളെ ലോകത്തെ നിയന്ത്രിക്കുന്ന ത്രിമൂർത്തികളായി മാറിയാൽ ഒട്ടും അത്ഭുതപ്പെടാം. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇന്ത്യ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ചൈന നിരാകരിച്ചാൽ അതിന്റെ നഷ്ടം ചൈനയ്ക്ക് തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യയുമായി 4 വർഷത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങൾക്കൊക്കെ വലിയ തോതിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.